അപ്പം ആദ്യം പരീക്ഷണത്തിന് പറ്റിയ അബദ്ധമുണ്ടല്ലോ, ഈ കുട്ടിയുടെ ശാപവും കാട്ടുതീ പോലെ പടർന്നങ്ങോട്ട് വളർന്നു. എല്ലാവരും മനസ്സിലാക്കി. അത് പരീക്ഷത്തിൻ്റെ ചെവിയിലും എത്തി. അപ്പോഴേക്കും അദ്ദേഹത്തിന് പശ്ചാത്താപം നിശ്ചയമായിട്ടും തോന്നിക്കാണും, തോന്നുന്നത് ശരിയുമാണ്. അപ്പം അദ്ദേഹം തീരുമാനിച്ചു, എന്തായാലും 7-ാം ദിവസം മരിക്കാൻ പോവല്ലേ, ഞാനൊരു കാര്യം ചെയ്യാം, പ്രായോപവേശം അനുഷ്ഠിച്ച് കളയാം. പ്രായോപവേശം എന്ന് എല്ലാവരും കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല. അനവധി കൊല്ലങ്ങളായി അന്ന് ആരും അത് കണ്ടിട്ടുണ്ടാവില്ല. പ്രായോപവേശം എന്നൊരു പേര് പറഞ്ഞപ്പോൾ അത് കൂടുതൽ വലിയ കാട്ടുതീ പോലെ എല്ലായിടത്തിലും പ്രചരിച്ചു. ദാ പരീക്ഷിത്ത് മഹാരാജാവ് പ്രായോപവേശം അനുഷ്ഠിക്കാൻ പോത്തുകി. അദ്ദേഹം ഗംഗാനദീ തീരത്തിൽ ചെന്ന് ദർഭ വിരിച്ച് അതിൽ ഇരിപ്പായി. അപ്പോൾ ഈ വർത്തമാനം വല്ലാതെ പടർന്നു പിടിച്ചപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശുഗമഹർഷിയുടെ ഉള്ളിലും കേട്ട് കാണും. അപ്പോൾ അദ്ദേഹത്തിനും ഒരു ഉത്കണ്ഠ തോന്നി. എന്താണ് ഈ പ്രായോപവേശം, എന്താ ഈ പരീക്ഷിത് അനുഷ്ഠിക്കാൻ കാരണം, എന്തായാലും ഒന്ന് പൊയ്ക്കളയാം, പലരും ഉണ്ടാവും അവിടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ചെന്നു. ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് നൂലുവസ്ത്രമൊന്നുമില്ലല്ലോ, ചെറിയ കുട്ടിയാണ്. ആ ശുഗമഹർഷിയുടെ വരവിനെപ്പറ്റി ശ്രീമദ് ഭാഗവതം പറയുന്നത് വളരെ രസകരമായി വായിക്കാനുള്ളതും ഗ്രഹിക്കാനുമുള്ളതാണ്. കുറേ സ്ത്രീകളും കുട്ടികളും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. പരീക്ഷിത്ത് മഹാരാജാവ് ഇരിക്കുന്നിടത്ത് ചെന്നതോടുകൂടി രാജാവ് വരെ നീട്ട് നമസ്കരിച്ചപ്പോൾ ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലായി, അവർ പിന്മാറി. പിന്നെയുള്ള ബന്ധങ്ങളെല്ലാം, വ്യവഹാരങ്ങളെല്ലാം ഈ ശുഗമഹർഷിയും പരീക്ഷിത്ത് മഹാരാജാവും അദ്ദേഹത്തിനോട് ചോദിച്ചതാണ്. ആസന്ന മരണനായ ഒരാൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ ഈ ശ്രീമദ് ഭാഗവതത്തെ പറ്റി പറയാറുണ്ട്, മരണത്തെ കീഴടക്കിയ മഹാസ്ത്രം എന്ന്. മരണത്തെ കീഴടക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും എന്ന് മറുപടി പറയുന്നതാണ് വ്യാസദേവൻ്റെ ശ്രീമദ് ഭാഗവതം. എന്താ പരീക്ഷിത്ത് അവിടെ ഇരുന്ന് ചെയ്തത്? കേട്ടു. കേട്ടത് ഗ്രഹിച്ചു, ഗ്രഹിച്ചതിനെക്കുറിച്ച് ആലോചിച്ചു, ആലോചിച്ചത് ഉൾക്കൊണ്ടതിനെ സാക്ഷാത്കരിച്ചു. അതൊരു ഉൾധനമായി തീർന്നു.